dears, welcome back to ISKC English. Hello dear students. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പേപ്പറിൻ്റെ കോഡ് വരുന്നത് BEG C103. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്ക്, അതായത് എ ടൈഗർ ഫോർ മാൽഗുഡി എന്ന് പറയുന്ന ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ദ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നുള്ള യൂണിറ്റാണ്, ദ ഇന്ത്യൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ത്യൻ നോവലിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അൺടച്ചബിൾ എന്നുള്ള ആനന്ദിൻ്റെ അൺടച്ചബിൾ എന്ന വർക്കിനെ കുറിച്ചാണ് നമ്മൾ മുൽക്ക് ആനന്ദിൻ്റെ അൺടച്ചബിൾ എന്നുള്ള വർക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൺടച്ചബിൾ എന്ന വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? അൺടച്ചബിൾ പബ്ലിഷ്ഡ് ഇൻ 1935 ഡിസ്ക്രൈബ്സ് എ സിംഗിൾ ഡേ ഇൻ ദ ലൈഫ് ഓഫ് ബക്ക. അപ്പോൾ ബക്ക എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദിവസമാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. 1935 അൺടച്ചബിൾ എന്ന് പറയുന്ന നോവല് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ബക്കായുടെ ജീവിതത്തിലെ ഒരു ദിവസം. ലിവിങ് ഇൻ ആൻ ഔട്ട്കാസ്റ്റ് കോളനി ഓഫ് എ നോർത്ത് ഇന്ത്യൻ കന്റോൺമെന്റ് ടൗൺ, അതായത് നോർത്ത് ഇന്ത്യയിലെ ഒരു കന്റോൺമെന്റ് ടൗണിൽ, അതായത് പട്ടാളക്കാർ താമസിക്കുന്ന ഒരു പട്ടാള ഏരിയയാണ്, അതിനോട് ചേർന്നുള്ള ഒരു ടൗണ്, അതും നോർത്ത് ഇന്ത്യയിലെ വളരെയധികം ജാതീയത നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് അവിടെ ജീവിക്കുന്ന ബക്കായുടെ ഒരു ദിവസം. ദ സിംഗിൾ ഡേ ബ്രിങ്സ് ഹിം ഹിസ് ടോർമെന്റ്സ് ആൻഡ് മേക്സ് ദ റീഡർ റിയലൈസ് ദ പെയിൻഫുൾ ലൈഫ് ഓഫ് ഡൗൺ ട്രോഡൻ, സജസ്റ്റിംഗ് ഇൻ ദ എൻഡ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ടു ഹിസ് പ്രോബ്ലംസ്. അതായത് ഒരു ദിവസം തന്നെ, ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ടോർമെന്റ്സ്, ഒരുപാട് കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ. മാത്രമല്ല ഇത് കാണുന്ന റീഡർക്ക് ബോധ്യമാവുകയാണ് ദ പെയിൻഫുൾ ലൈഫ് ഓഫ് ഡൗൺ ട്രോഡൻ. അതായത് ആ ഒരു ടൗണിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ്, അല്ലെങ്കിൽ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ഡൗൺ ട്രോഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള, അതായത് പൊതുവെ സമൂഹത്തിനെ ചവിട്ടി മെതിക്കപ്പെടുന്ന വിഭാഗം, ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ആളുകൾ, വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, എന്തുമാത്രം കഷ്ടപ്പാടാണ് ഒരു ദിവസം അവർ അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ ഈ നോവലിൻ്റെ എൻഡിൽ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ടു ഹിസ് പ്രോബ്ലംസ്, അവൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ദ നോവൽ എൻഡ്സ് വിത്ത് ബക്ക അലോൺ ആൻഡ് വെരി കൺഫ്യൂസ്ഡ് ഇൻ ഹിസ് തോട്ട്സ്. ഈ നോവലിൻ്റെ അവസാനത്തിൽ നമുക്ക് തൻ്റെ ചിന്തകളിൽ വളരെ ദുഃഖത്തോടുകൂടി തൻ്റെ ചിന്തകളിൽ മുഴുകി തനിച്ചിരിക്കുന്ന ബക്കയാണ് ഈ നോവലിൻ്റെ അവസാനം നമ്മൾ കാണുന്നത്. ഇൻ ഹിസ് നോവൽ കൂലി 1936 ആനന്ദ് ടച്ചസ് അനദർ ക്ലാസ് ഓഫ് ദി അണ്ടർ പ്രിവിലേജ്ഡ്. തൻ്റെ മറ്റൊരു നോവലായിട്ടുള്ള കൂലി എന്ന് പറയുന്ന നോവലിൽ 1936 പുറത്തിറങ്ങിയ കൂലി എന്ന് പറയുന്ന നോവലിൽ ആനന്ദ് മറ്റൊരു വിഭാഗത്തെ, സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗത്തെ വരച്ചു കാണിക്കുകയാണ്. അതായത് ദ പുവർ, ദരിദ്രരായിട്ടുള്ള ആളുകളെയാണ് ഈ നോവലിൽ അദ്ദേഹം വരച്ചു കാണിക്കുന്നത്. ഹിസ് ടു ലീവ്സ് ആൻഡ് എ ബഡ് 1937 ഈസ് എസെൻഷ്യലി എ ഡ്രമാറ്റിക് നോവൽ. 1937 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു നോവലായിട്ടുള്ള ഹിസ് ടു ലീവ്സ് ആൻഡ് എ ബഡ് എന്ന് പറയുന്ന ഈ നോവൽ, ഇത് തികച്ചും ഒരു ഡ്രമാറ്റിക് നോവലാണ്. ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങളൊക്കെ വരുന്ന ഒരു നോവലാണ്. ഇനി ഈ നോവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെറ്റ് ഇൻ എ പ്ലാന്റേഷൻ ഇൻ ആസാമിലെ ഒരു പ്ലാന്റേഷൻ ആണ് ഇതിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. ഹിസ് അതർ ഇമ്പോർട്ടൻറ്റ് നോവൽസ് ആർ ദ വില്ലേജ് 1939, അക്രോസ് ദി ബ്ലാക്ക് വാട്ടേഴ്സ് 1940, ദ സ്വോർഡ് ആൻഡ് ദ സിക്കിൾ 1942 ആൻഡ് പ്രൈവറ്റ് ലൈഫ് ഓഫ് ആൻ ഇന്ത്യൻ പ്രിൻസ് 1953. ഇതൊക്കെ
അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു ചില നോവലുകളാണ്. നോക്കൂ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു നോവലിസ്റ്റാണ് RK നാരായൺ, അതായത് രാശിപുരം കൃഷ്ണസ്വാമി നാരായണ സ്വാമി അയ്യർ. Born in Madras in 1906, was a full-time writer all his life, making a living only through writing. അപ്പോൾ ഇദ്ദേഹം ഒരു ഫുൾ ടൈം റൈറ്റർ ആയിരുന്നു. അതുമാത്രമല്ല, RK നാരായണനെ സംബന്ധിച്ചിടത്തോളം റൈറ്റിംഗ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗമായിരുന്നു. അതായത് റൈറ്റിങ്ങിനെ ഒരു തൊഴിലായി കണ്ട വ്യക്തിയായിരുന്നു RK നാരായൺ. ഹിസ് ലിറ്റററി ഔട്ട്പുട്ട് ഈസ് റിച്ച് ആൻഡ് വാരീഡ് വിത്ത് 15 നോവൽസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിറ്റററി ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേനയിൽ നിന്നും പുറത്തു വന്ന വർക്കുകൾ പലതരമായിരുന്നു. പലതരം എന്ന് പറയുമ്പോൾ അതിൽ 15 നോവൽസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 5 കളക്ഷൻസ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, അതായത് ഷോർട്ട് സ്റ്റോറീസിൻ്റെ 5 കളക്ഷൻ ഉണ്ടായിരുന്നു. 2 ട്രാവൽ ബുക്സ്, 2 യാത്രാ വിവരണങ്ങൾ, 4 കളക്ഷൻസ് ഓഫ് എസ്സേസ്, അതുപോലെ തന്നെ 4 എസ്സേകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. എ മെമ്മോയർ, ഒരു ഓർമ്മക്കുറിപ്പ്. Although his popularity largely came from his novels. എന്നാൽ അദ്ദേഹത്തിന് പോപ്പുലാരിറ്റി വന്നത്, അദ്ദേഹത്തിന് പ്രശസ്തി അല്ലെങ്കിൽ അദ്ദേഹം ഫേമസ് ആയത് നോവലുകളിലൂടെയാണ്. He is essentially an apolitical novelist who simply liked to capture life in its richness and variety. രാഷ്ട്രീയത്തിൽ ഒരു അരാഷ്ട്രീയനായിട്ടുള്ള ഒരു നോവലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശ്രമം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് പറയുന്നത് ക്യാപ്ചർ ലൈഫ് ഇൻ ഇറ്റ്സ് റിച്ച്നെസ് ആൻഡ് വെറൈറ്റി, ജീവിതത്തെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള വെറൈറ്റി, അതിലെ എല്ലാ തരം വെറൈറ്റികളും, അതുപോലെ തന്നെ അതിൻ്റെ റിച്ച്നെസ്, അതിൻ്റെ സമ്പന്നതയും നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ചോരാതെ തൻ്റെ തൂലിക കൊണ്ട് പകർത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. ഹിസ് നോവൽസ് ഓഫർ എ ബ്ലെൻഡ് ഓഫ് ജെന്റിൽ ഐറണി ആൻഡ് ഫെല്ലോ ഫീലിങ്സ്. അദ്ദേഹം തൻ്റെ നോവലുകളിൽ ഫീലിങ്സും അതുപോലെ തന്നെ വിരോധാഭാസവും മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ചിരുന്നു. നാരായൺസ് നോവൽസ് ആർ സീമിംഗ്ലി സിമ്പിൾ ഓൺ ദ സർഫസ് ബട്ട് ദേ കൺസീൽ സെർട്ടൻ കോംപ്ലക്സിറ്റി. പ്രത്യക്ഷത്തിൽ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും അവയുടെ ആന്തരികാർത്ഥത്തിൽ അവയ്ക്കുള്ളിൽ പല സങ്കീർണതകളും ഒളിച്ചു കിടന്നിരുന്നു. ഹിസ് റൈറ്റിംഗ് ഈസ് മോസ്റ്റ്ലി കോമിക് ബട്ട് സോംബർ മൊമെന്റ്സ് ആൾസോ കം ഇൻ ഫ്രം ടൈം ടു ടൈം. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നോവലുകൾ കോമിക് ആയിരുന്നുവെങ്കിലും നർമ്മങ്ങൾ നിറഞ്ഞതായിരുന്നുവെങ്കിലും പലപ്പോഴും അതിൽ ഇരുണ്ട ജീവിത നിമിഷങ്ങൾ പലപ്പോഴും പ്രതിഫലിച്ചിരുന്നു, അല്ലെങ്കിൽ സമയാസമയങ്ങളിലായിട്ട് വന്നിരുന്നു. There is philosophical side also to his novels because the Indian world view is mostly reflected in them. അദ്ദേഹത്തിൻ്റെ പല നോവലുകളിലും ഇന്ത്യയുടെ വേൾഡ് വ്യൂ പലപ്പോഴും പ്രതിഫലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നോവലുകൾക്ക് ഒരു ഫിലോസഫിക്കൽ സൈഡ് കൂടി ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ഹിസ് നോവൽസ് ആൻഡ് സ്റ്റോറീസ് ആർ സെറ്റ് ഇൻ ദ ഫിക്ഷണൽ ടൗൺ ഓഫ് മാൽഗുഡി. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഫിക്ഷണൽ ടൗൺ മാൽഗുഡി എന്ന് പറയുന്ന ടൗൺ അദ്ദേഹത്തിൻ്റെ മിക്ക കഥകളുടെയും പശ്ചാത്തലമായിരുന്നു. ഹിസ് ഇമാജിനറി ലാൻഡ്സ്കേപ്പ് ഇൻഹാബിറ്റഡ് ബൈ ദി ക്യാരക്ടേഴ്സ് ഓഫ് ഇറ്റ്സ് നോവൽസ്. അദ്ദേഹത്തിൻ്റെ നോവൽസിലെ കഥാപാത്രങ്ങളെല്ലാം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഇമാജിനറി ടൗൺ ആയിട്ടുള്ള ഈ മാൽഗുഡി എന്ന് പറയുന്ന ടൗണിലാണ്. ദിസ് സ്മാൾ ടൗൺ ഓഫ് മാൽഗുഡി is a reflection of an Indian society with a variety of cultures, superstitions and values with features of most of the towns of southern India. southern ഇന്ത്യയിലെ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ വരുന്ന സദേൺ ഇന്ത്യയിലെ മിക്ക ടൗണുകളുടെയും സവിശേഷതകളായിട്ടുള്ള
അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ സാംസ്കാരിക വൈവിധ്യങ്ങളുമെല്ലാം ഈ മാൽഗുഡി എന്ന് പറയുന്ന ചെറിയ ടൗണിൽ അദ്ദേഹം സമന്വയിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ആ ടൗണിൽ പ്രതിഫലിച്ചിരുന്നു. ഹിസ് നോവൽ സ്വാമി ആൻഡ് ഫ്രണ്ട്സ് സെറ്റ് ഇൻ ദിസ് സ്മാൾ ടൗൺ. തൻ്റെ മാൽഗുഡി എന്ന് പറയുന്ന ഈ കൊച്ചു ടൗൺ, ഈ ടൗണിനെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ചെയ്തിരിക്കുന്ന സ്വാമി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ റിസീവ്ഡ് റെക്കഗ്നിഷൻ ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് പബ്ലിസിറ്റി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഈ ഒരു നോവലിന്, മാൽഗുഡി എന്ന് പറയുന്ന ടൗണിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ നോവലിന് ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ അമേരിക്കയിലും പോപ്പുലാരിറ്റി ലഭിച്ചിരുന്നു. ഹിസ് അതർ നോവൽസ് ഹാഡിങ് ടു ഹിസ് റെപ്യൂട്ടേഷൻ, അദ്ദേഹത്തിൻ്റെ അംഗീകാരം വർദ്ധിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മറ്റു നോവലുകൾ ഏതൊക്കെയാണ്? ആർ കെ നാരായൺ എഴുതിയിട്ടുള്ള മറ്റു നോവലുകൾ: ഈസ് ദ വെൻഡർ ഓഫ് സ്വീറ്റ്സ് 1967. ആർ കെ നാരായൺസ് അതർ നോവൽസ് ആർ ദ ഡാർക്ക് റൂം 1938, ദ ഇംഗ്ലീഷ് ടീച്ചർ 1945, മിസ്റ്റർ സമ്പത്ത് ദ പ്രിന്റർ ഓഫ് മാൽഗുഡി 1949, ദ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് 1952, വെയിറ്റിംഗ് ഫോർ മഹാത്മ 1955, ദ മാൻ ഈറ്റർ ഓഫ് മാൽഗുഡി 1962, ദ പെയിന്റർ ഓഫ് സയൻസ് 1976, എ ടൈഗർ ഫോർ മാൽഗുഡി 1983, ടോക്കേറ്റീവ് മാൻ 1986, ആൻഡ് ദ വേൾഡ് ഓഫ് നാഗരാജ് 1990. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റു നോവലുകളാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആർ കെ നാരായണനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമ്മൾ ഇനി നോക്കാനുള്ളത് നമ്മുടെ അടുത്ത നോവലിസ്റ്റാണ് രാജാ റാവു. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വരുന്നത്? വാസ് ബോൺ ഇൻ 1908 ഇൻ എ ബ്രാഹ്മിൻ ഫാമിലി. 1908 ഒരു ബ്രാഹ്മിൻ ഫാമിലിയിലാണ് രാജാ റാവു ജനിക്കുന്നത്. എഡ്യൂക്കേറ്റഡ് ഇൻ മൈസൂർ, മദ്രാസ് ആൻഡ് യൂറോപ്പ്. അദ്ദേഹം മൈസൂരിലും മദ്രാസിലും യൂറോപ്പിലുമായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. ഫോർ മെനി ഇയേഴ്സ് ഹി ഡിവൈഡഡ് ഹിസ് ടൈം ഇൻ ഇന്ത്യ, യൂറോപ്പ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അദ്ദേഹം ഇന്ത്യയിലും യൂറോപ്പിലും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുമായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ബോത്ത് ഹിസ് നോവൽസ് കാന്തപുര 1938 ആൻഡ് ദ സെർപെന്റ് ആൻഡ് ദി റോക്ക് 1960. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോവലുകളായിട്ടുള്ള 1938 കാന്തപുര, അതുപോലെ തന്നെ സെർപെന്റ്, ദ റോക്ക്, ടോക്ക് അബൌട്ട് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന നോവലുകളാണ് കാന്തപുര, സെർപെന്റ്, ദ റോക്ക്. അപ്പോൾ ഇവയിലെല്ലാം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. The Cat and Shakespeare 1965 is a metaphysical comedy that answered philosophical questions raised in the earlier novels. മുൻ നോവലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ചില ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്, തത്വചിന്താപരമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്ന ഒരു മെറ്റാഫിസിക്കൽ കോമഡി ആയിരുന്നു ദ കാറ്റ് ആൻഡ് ഷേക്സ്പിയർ. ഹിസ് നോവൽ Comrade Killer 1976 deals with a South Indian Brahmin's views on communism, the British war, the Indian freedom struggle. അതായത് 1976 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ കോംറേഡ് കില്ലർ എന്ന് പറയുന്ന നോവൽ, ആ നോവലിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടും അതുപോലെ തന്നെ ബ്രിട്ടീഷ് യുദ്ധത്തോടും പിന്നെ കമ്മ്യൂണിസത്തോടുമുള്ള ബ്രാഹ്മിൻ്റെ നിലപാട് പറയുന്ന നോവലാണ് കോംറേഡ് കില്ലർ. ദ ചെസ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫേമസ് നോവലാണ് ദ ചെസ് മാസ്റ്റർ ആൻഡ് ഹിസ് മൂവ്സ് 1988. Rao uses his metaphor of the chess game to animate philosophical ideas.
ഇവിടെ ഈ ഒരു നോവലില് ചെസ് ഗെയിമിനെ അദ്ദേഹം ഒരു മെറ്റാഫർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മെറ്റാഫർ അതായത് ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചെസ് എന്ന് പറയുന്ന ഡയറക്റ്റ് കമ്പാരിസണിലൂടെ ചെസ്സിലൂടെ അദ്ദേഹം ആനിമേറ്റ് ഫിലോസഫിക്കൽ ഐഡിയാസിന് തത്വചിന്താപരമായിട്ടുള്ള ആശയങ്ങൾക്ക് ജീവൻ നൽകാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഹിസ് ഫസ്റ്റ് നോവൽ കാന്തപുര, അദ്ദേഹത്തിന്റെ രാജാറാവുവിന്റെ ആദ്യ നോവലായിട്ടുള്ള കാന്തപുര എന്ന് പറയുന്ന നോവൽ, ആ നോവലിൽ ഈസ് ഏബിൾ ടു സക്സസ്ഫുള്ളി ബ്രിങ് ഔട്ട് ദ ഇമ്പാക്ട് ഓഫ് ഗാന്ധി ആൻഡ് ഹിസ് ഐഡിയാസ് ഓൺ എ സ്മാൾ മൈസൂർ വില്ലേജ്. മൈസൂർ എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ഗാന്ധിയുടെ ആദർശങ്ങളുടെയും ഇമ്പാക്റ്റ്, ആഘാതം ഏത് രീതിയിലാണ് മൈസൂർ എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തെ അല്ലെങ്കിൽ ഗ്രാമത്തെ ഗാന്ധിയുടെ ആദർശങ്ങളും സ്വാധീനിച്ചത്, അത് പറയുന്ന നോവലാണ് കാന്തപുര. ദ നറേറ്റർ ആൻഡ് ഓൾഡ് വുമൺ ടെൽ us about ലൈഫ് ഇൻ ദ വില്ലേജ്. ഈ നോവലിലെ നരേറ്റർ നമ്മോട് സംസാരിക്കുന്നത് ഒരു ഓൾഡ് വുമൺ, വൃദ്ധയായിട്ടുള്ള പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇതിലെ നരേറ്റർ. ആ ഒരു നരേറ്റിംഗ് ദ സ്റ്റോറി ഇൻ എ ഗാരുലസ് ആൻഡ് ഡയഗ്രസീവ് സ്റ്റൈൽ, വളരെ ഉത്സാഹത്തോടു കൂടി വളരെ ആവേശമായ ഒരു സ്റ്റൈലിലാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ബ്രിങ്ങിങ് ഇൻ നറേഷൻ, ഡിസ്ക്രിപ്ഷൻ, റിലീജിയസ് ഡിസ്കോഴ്സസ്, പോയട്രി, ഫോൾക്ലോർ, ഹിസ്റ്ററി ആൻഡ് ലെജൻഡ് ടുഗദർ. അവ ഈ നോവലില് വൈവിധ്യങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ, വൈവിധ്യങ്ങളായിട്ടുള്ള ടെക്നിക്സ്, നറേഷൻ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, റിലീജിയസ് ഡിസ്കോഴ്സസ്, പോയട്രി, ഫോൾക്ലോർ, ഹിസ്റ്ററി, ലെജൻഡ്, ഇതുപോലെ വ്യത്യസ്തമായ രൂപങ്ങളെ സമന്വയിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാന്തപുര ഇൻ എ സെൻസ് ഇസ് എ വർക്ക് ഓഫ് റിയലിസം ഇൻ ഫിക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് പ്യൂർലി റിയലിസ്റ്റിക്. കാന്തപുര എന്നുള്ളത് യഥാർത്ഥത്തിൽ അതൊരു റിയലിസ്റ്റിക് വർക്ക് അല്ലെങ്കിലും നമുക്കതിൽ റിയലിസം കാണാൻ കഴിയും. It is combined with myths, gods and goddesses, blind superstitions and mysterious insights. ഈ ഒരു നോവലിൽ അദ്ദേഹം മിത്തും, ഗോഡ്സ്, ഗോഡസസ്, ബ്ലൈൻഡ് സൂപ്പർസ്റ്റിഷൻസ്, അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ മിസ്റ്റീരിയസ് ഇൻസൈറ്റ്സ്, നിഗൂഢമായ ഉൾക്കാഴ്ചകൾ, ദൈവങ്ങൾ, ദേവികൾ, അല്ലെ, ഇതുപോലത്തെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ മിത്ത്, ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, എല്ലാം കലർന്നിരിക്കുന്ന ഒരു നോവലാണ് അദ്ദേഹത്തിന്റെ കാന്തപുര എന്നുള്ളത്. ദിസ് നോവൽ ഈസ് ആൻ എക്സലന്റ് പീസ് ഓഫ് വർക്ക് ദാറ്റ് ഇൻക്ലൂഡ്സ് എ ഫ്യൂ സിഗ്നിഫിക്കൻറ്റ് ഇവന്റ്സ് ഓഫ് ഹിസ്റ്ററി ഇൻ കണ്ടംപററി ഇന്ത്യ. അതിലെല്ലാം ഉപരിയായിട്ട് ഈ നോവലിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നോവലിൽ നമുക്ക് മറ്റു ചില ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ കാണാൻ കഴിയും. ലൈക്ക് സാൾട്ട് മാർച്ച് ഓഫ് ഗാന്ധി, ഹിസ് ഹങ്കർ സ്ട്രൈക്സ്, ഹിസ് അറസ്റ്റ് ആൻഡ് ബ്രൂട്ടൽ മസ്സക്കർ ഓഫ് ദി പീപ്പിൾ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി സത്യാഗ്രഹ ബൈ ദ പോലീസ്. അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ തന്നെ ഹങ്കർ സ്ട്രൈക്ക്, ഗാന്ധിയുടെ അറസ്റ്റ്, അതുപോലെ തന്നെ ഗാന്ധിയുടെ കൂടെ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആളുകളെ പോലീസ് ക്രൂരമായിട്ട് കൂട്ടക്കൊല നടത്തിയത്, ഇതുപോലുള്ള പൊളിറ്റിക്കലി റെലവൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചില ഇവൻറ്റ്സ് കൂടി ഈ നാടകത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 റൈറ്റേഴ്സാണ്, രാജാറാവു അതുപോലെ തന്നെ RK നാരായൺ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മുൽക്ക് ആനന്ദിനെയും കൂടി നമ്മൾ ജസ്റ്റ് ബാക്കി ഭാഗം ഒരല്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം, നമ്മൾ ഇന്ന് പറഞ്ഞ ഭാഗത്ത് പ്രധാനമായിട്ടും വന്നത് രാജാറാവു അതുപോലെ തന്നെ RK നാരായൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ട് ഞാൻ പതിവ് പോലെ പറയണം, ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യാം, അതുപോലെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ നിങ്ങളെപ്പോലെ ഇഗ്നോടെ
ഡിഗ്രി ചെയ്യുന്ന ആളുകളിലേക്ക് ഈ ചാനൽ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.